പ്രധാന വാർത്തകൾ ആദ്യം. KPCC പുനഃസംഘടന വൈകും. ഓണത്തിന് ശേഷം മതി എന്ന ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നേതൃത്വം. ഗൃഹസന്ദർശന പരിപാടി കഴിഞ്ഞ് പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും തുടങ്ങും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. നിർണായക കൂടിക്കാഴ്ച. ബില്ലുകളിൽ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിച്ചതിന് എതിരായ രാഷ്ട്രപതിയുടെ റഫറൻസ് നാളെ പരിഗണിക്കാനിരിക്കെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണായി റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയെ നിയമിച്ച് സുപ്രീംകോടതി. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് വേണം ചാൻസലർ VC നിയമനം നടത്താനെന്നും കോടതി. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ഇന്ന് ചേർന്ന യോഗത്തിൽ പ്രാഥമിക ചർച്ചകൾ നടന്നു. രാഷ്ട്രീയത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ ISRO ശാസ്ത്രജ്ഞൻ M. അണ്ണാദുരൈക്ക് സാധ്യത. NDA സ്ഥാനാർത്ഥി മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക നൽകും. CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുമെന്ന് YSR കോൺഗ്രസ്. വടക്കൻ ജില്ലകളിൽ മഴ തുടരും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ അവധി. കോളേജുകൾക്ക് ബാധകമല്ല. കനത്ത കാറ്റിൽ മലപ്പുറം കുഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂളിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം അടർന്നു വീണു. കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മേൽക്കൂര തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അമേരിക്കൻ തിരിവ് ഭീഷണിക്കിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിൽ. ഇന്ത്യയും ചൈനയും തമ്മിൽ സുസ്ഥിരമായ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് മുൻഗണനയെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് മുൻഗണനയെന്നും പ്രഖ്യാപനം. അലാസ്ക ഉച്ചകോടിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാകണമെന്ന് മോദി ആവശ്യപ്പെട്ടു. വരാനിരിക്കുന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായിട്ടായിരുന്നു ഫോൺ സംഭാഷണം. കത്തുചോർച്ച വിവാദത്തിൽ ഉലഞ്ഞ CPIM നേതൃത്വം. മുഹമ്മദ് ഷർഷാദ് പോലീസിന് നൽകിയ പരാതിയിലെ വിവരങ്ങൾ പുറത്ത്. മുതിർന്ന നേതാക്കൾക്കെതിരെ ഗുരുതര പരാമർശമാണ് പരാതിയിലുള്ളത്. ആരോപണം അസംബന്ധമെന്ന് തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജേഷ് കൃഷ്ണ ബിനാമി എന്ന ആരോപണം അസംബന്ധമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TN തോമസ് ഐസക്. ആരോപണമുന്നയിച്ച ഷർഷാദ് ആരെന്ന് അന്വേഷിക്കണം. ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും തോമസ് ഐസക്. വിവാദക്കത്തിൽ പ്രതികരണവുമായി മന്ത്രി MB രാജേഷ്. കത്ത് 4 കൊല്ലമായി വാട്സാപ്പിൽ കറങ്ങുന്നു. രാജേഷ് കൃഷ്ണനെ അറിയാമോ എന്ന ചോദ്യത്തിന് തലക്കെട്ടുണ്ടാക്കാൻ താൽപ്പര്യമില്ല എന്ന് മറുപടി. കത്ത് വിവാദത്തിൽ CPIMനെ പ്രതിരോധിച്ച് ആരോപണ വിധേയൻ രാജേഷ് കൃഷ്ണ. തനിക്കെതിരായ കത്ത് മുഹമ്മദ് ഷർഷാദ് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. തനിക്കെതിരെ വാർത്ത വന്നാൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കില്ല എന്ന് കരുതിയാണ് CPIMനെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും കുടുംബത്തെയും ചേർത്ത് കെട്ടാൻ ശ്രമിക്കുന്നതെന്നും രാജേഷ് കൃഷ്ണ FB പോസ്റ്റിൽ. കത്ത് വിവാദം പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് KK ശൈലജ. സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകിയിട്ടുണ്ടെന്നും എല്ലാം ജനങ്ങൾക്കറിയാമെന്നും KK ശൈലജ. കത്ത് ചോർച്ചാ വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് A. വിജയരാഘവൻ. റോഡിൽ പോകുന്നവർ പറയുന്നതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കില്ല. മാധ്യമങ്ങൾക്ക് ഒരു ജോലിയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വിവാദമെന്നും A. വിജയരാഘവൻ. CPIMലെ കത്ത് വിവാദത്തിൽ ആരോപണ വിധേയന് ഹവാല ഇടപാടുകൾ ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുരുതര സാമ്പത്തിക കുറ്റമാണ്. സംസ്ഥാന വിജിലൻസിന്റെ പരിധിയിൽ നിൽക്കുമെന്ന് ഉറപ്പില്ലെന്നും VD സതീശൻ. വോട്ടുകൊള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇന്ത്യ മുന്നണിയുടെ അസാധാരണ നീക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഇംപീച്ച് പ്രമേയം കൊണ്ടുവരാൻ ആലോചന. വോട്ടർ അധികാർ യാത്രയിൽ BJPയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കടന്നാക്രമിക്കുന്നത് തുടർന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ചുമതല കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ നടപടി വരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർക്കണം. വോട്ട് മോഷണം നടത്തുന്നവരെ പാഠം പഠിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി. ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്ര നാളെ 3-ാം ദിനം. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണങ്ങളിൽ മുൻ കളക്ടറെ പിന്തുണച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തൃശൂരിൽ സംഘടിത വോട്ടുകൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെക്കണമെന്ന് TN പ്രതാപൻ. തങ്ങൾ വാനരന്മാരാണെങ്കിൽ നെഞ്ചു തുറന്നാൽ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും കാണാമെന്നും TN പ്രതാപൻ.
വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഹൈക്കോടതിയിൽ VS സുനിൽകുമാർ ഹർജി കൊടുത്തിട്ടില്ലെന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ. തെരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ചുവെന്ന് മാത്രമാണ് കേസ്. LDFും UDFും ജനവിധിയെ അപമാനിക്കുകയാണെന്നും KK അനീഷ് കുമാർ. പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ 2ാം ക്ലാസ്സുകാരി ബസ് കയറി മരിച്ചു. റോഡിലെ കുഴിയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ദേവസ്വം ബോർഡിന്റെ പരിപാടി തന്നെയെന്ന് വിശദീകരിക്കും. അയ്യപ്പ സംഗമം നിക്ഷേപ സമാഹരണത്തിന് വേണ്ടിയല്ല എന്നും വ്യക്തമാക്കും. നാളത്തെ ബോർഡ് യോഗത്തിന് ശേഷം പ്രഖ്യാപനം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയുടെ അവസ്ഥ പരിതാപകരമെന്ന് സുപ്രീംകോടതി. ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനം. മോശം റോഡിൽ യാത്ര ചെയ്യുന്നതിനാണോ ടോൾ എന്നും ദേശീയപാത അതോറിറ്റിയോട് ചോദ്യം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി കേരള കോൺഗ്രസും. പാർട്ടിക്ക് ലഭിച്ച ബോർഡ് കോർപ്പറേഷനുകളിൽ SNDP നിർദ്ദേശിച്ചവർക്ക് നിയമനം നൽകിയിട്ടുണ്ട് എന്ന് വിശദീകരണം. കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപടം പൊട്ടിയ സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് നൽകിയത്. പ്രധാന അധ്യാപകൻ M. അശോകനെതിരെ നടപടിയുണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ MP മത്സരിക്കില്ല എന്ന് സൂചിപ്പിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മത്സരിക്കാൻ ആഗ്രഹിച്ചാലും വടകരക്കാർ ഷാഫി വിട്ടു നൽകില്ല എന്നായിരുന്നു പ്രതികരണം. MPമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചർച്ച കോൺഗ്രസിൽ തുടരുമ്പോഴാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. അടൂരിന് വീണ്ടും മറുപടിയുമായി ഗായികയും സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയുമായ പുഷ്പവതി. കേരള സർവകലാശാല യൂണിയൻ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രതികരണം. ഹൂ ഈസ് ഷീ എന്ന ചോദ്യം ഏത് തരം ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് എല്ലാവരും ചിന്തിക്കണമെന്ന് പുഷ്പവതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന് ആരോഗ്യവകുപ്പിന്റെ മെമ്മോ. മരണാനന്തര അവയവദാന പദ്ധതിയായ കേസ് ഓട്ടോ പരാജയമാണെന്ന് സമൂഹമാധ്യമങ്ങളിൽ എഴുതിയതിനാണ് മെമ്മോ. സമൂഹമാധ്യമങ്ങളിൽ പ്രതികരണം നടത്തില്ലെന്ന് മെമ്മോയ്ക്ക് വകുപ്പ് മേധാവിയുടെ മറുപടി. കേരളത്തിലെ പ്രധാന വാർത്തകൾ. ഇൻഡിവുഡ് ഭാഷാ പുരസ്കാരത്തിന് രചനകൾ ഈ മാസം 31 വരെ അയക്കാം. ഭാഷാ കേസരി പുരസ്കാരത്തിന് പുറമെ മറ്റ് 25 പുരസ്കാരങ്ങളുമുണ്ട്. 35 വയസ്സ് പ്രായപരിധിക്കുള്ളിലുള്ള മലയാളത്തിലെ വിവിധ വിഭാഗത്തിലുള്ള എഴുത്തുകാരുടെ സൃഷ്ടികൾ അവാർഡിന് പരിഗണിക്കും. മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാര തുകയായ 5,01,000 രൂപയും പ്രശസ്തി പത്രവുമാണ് ഇൻഡിവുഡ് ഭാഷാ അവാർഡ്. ചാറ്റിൽമഴ വാട്സാപ്പ് കൂട്ടായ്മ സൗഹൃദ സംഗമവും അവാർഡ് വിതരണവും നടത്തി. കോഴിക്കോട് നടന്ന ചടങ്ങ് തോട്ടത്തിൽ രവീന്ദ്രൻ ML ഉദ്ഘാടനം ചെയ്തു. മികച്ച മാധ്യമ പ്രവർത്തകനുള്ള വിക്ടർ ജോർജ് അവാർഡിന് 24 സ്പെഷ്യൽ കറസ്പോണ്ടന്റും വയനാട് ബ്യൂറോ റിപ്പോർട്ടറുമായ സുർജിത്ത് അയ്യപ്പത്ത് അർഹനായി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കാലത്തെ റിപ്പോർട്ടിംഗിനാണ് അവാർഡ്. സുർജിത്ത് അയ്യപ്പത്തിനായി കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ടർ ഗോകുൽ K. വേണുഗോപാൽ അവാർഡ് ഏറ്റുവാങ്ങി. റോഡ് സുരക്ഷയും പ്രകൃതി സംരക്ഷണവും ഉയർത്തിപ്പിടിച്ച് യുവാക്കളുടെ ബൈക്ക് റാലി. കോയമ്പത്തൂർ ബൈക്കേഴ്സ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും പാലക്കാട് റൈഡിംഗ് ക്ലബ്ബ് KL09 സംയുക്തമായി സംഘടിപ്പിച്ച ബൈക്ക് റാലിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ 70 പേർ പങ്കെടുത്തു. പാലക്കാട് കൊല്ലങ്കോട്ടേക്കുള്ള യാത്രയിൽ കാരാപ്പറമ്പ് SR എൻക്ലൈവ് പുന്നാട് ഫാം സ്റ്റേ റിസോർട്ടിൽ സംഘം വൃക്ഷത്തൈകളും നട്ടു. കോഴിക്കോട് കല്ലാച്ചിൽ ആശുപത്രി സുരക്ഷാ ജീവനക്കാരന് മർദ്ദനമേറ്റു. ആശുപത്രി ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്ത സ്കൂട്ടർ മാറ്റാൻ ആവശ്യപ്പെട്ടതിനാണ് 6 പേർ മർദ്ദിച്ചത്. കല്ലാച്ചി വിംസ് ആശുപത്രിയിലെ ജീവനക്കാരൻ രാമകൃഷ്ണനാണ് മർദ്ദനമേറ്റത്. കോഴിക്കോട് പേരാമ്പ്ര ബൈപ്പാസിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ജീപ്പിൽ നിന്നും തെറിച്ച് റോഡിൽ വീണാണ് 3 സ്ത്രീകൾക്ക് പരിക്കേറ്റത്. കോഴിക്കോട് ഫറൂഖിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മാല മോഷ്ടിച്ചു. കതക് തകർത്ത് വീട്ടിൽ കയറിയായിരുന്നു മോഷണം. ഷബന മൻസലിൽ സുബൈദയുടെ 2 പവന്റെ മാലയാണ് മോഷണം പോയത്. തൃശൂർ കേച്ചേരി പട്ടിക്കരയിൽ ഗൃഹനാഥനെ കുത്തി പരിക്കേൽപ്പിച്ചു. അയൽവാസികൾ തമ്മിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. കേച്ചേരി ചെറനല്ലൂർ പട്ടിക്കര സ്വദേശി ചൂണ്ടപ്പുരക്കൽ വീട്ടിൽ ജയചന്ദ്രനാണ് കുത്തേറ്റത്. പാലക്കാട് അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. കോയമ്പത്തൂർ സ്വദേശികളായ ഭൂപതി രാജ്, പ്രദീപ് രാജ് എന്നിവരാണ് മരിച്ചത്. കാണാതായ 3ാം ദിവസമാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊട്ടാരക്കരയിൽ ബിവറേജസ് ജീവനക്കാരന് നേരെ ആക്രമണം. ബിയർ കുപ്പി തലക്കടിച്ചു പൊട്ടിച്ചു. പെരുങ്കുളം സ്വദേശി ബേസലിനെയാണ് മദ്യം വാങ്ങാനെത്തിയ 2 സംഘം ആക്രമിച്ചത്. കോഴിക്കോട് 3 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. സംഭവം പാലാഴി ഇരിങ്ങല്ലൂർ കോമലക്കുന്നിൽ. +1 വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർക്കാണ് കടിയേറ്റത്.
ഇടുക്കി മൂന്നാറിൽ മണ്ണിടിച്ചിൽ. മൂന്നാർ ടൗണിൽ പ്രവർത്തിക്കുന്ന വഴിയോര കടകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കോഴിക്കോട് താമരശ്ശേരിയിൽ ബസ്സിനുള്ളിൽ കയറി മർദ്ദനം. സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. മർദ്ദനത്തിനിടെ കണ്ടക്ടറുടെ ബാഗിലുണ്ടായിരുന്ന പണം പുറത്തേക്ക് ചിതറിപ്പോയെന്നും പരാതിയിൽ പറയുന്നു. കോട്ടയം നീണ്ടൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. 27-കാരനായ ജോസഫ് ടി എബ്രഹാമാണ് മരിച്ചത്. കോഴിക്കോട് നാദാപുരത്ത് ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വടക്കയിൽ ചീരുവിന്റെ വീടിനോട് ചേർന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. എറണാകുളം ഏലൂർ പാതാളത്ത് മരത്തിൽ നിന്ന് വീണ് 57-കാരൻ മരിച്ചു. മുപ്പത്തടം പതിയാലിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മരം വെട്ടുമ്പോഴാണ് ഈ ദുരന്തമുണ്ടായത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ബസ് കയറിയിറങ്ങി രണ്ടാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ കുട്ടിയുടെ ശരീരത്തിന് മുകളിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് കുഴിയിലേക്ക് വീണ് ചെരിഞ്ഞു. വട്ടിയൂർക്കാവ് സെന്റ് ശാന്തൽ സ്കൂളിലേക്ക് കുട്ടികളുമായി പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് അട്ടപ്പാടി ഭവാനി പുഴയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. ചീരക്കടവ് ഊരിന് സമീപമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാക്കനാട് ട്രെയിലർ ലോറിയിൽ നിന്ന് വീണ കൂറ്റൻ ട്രാൻസ്ഫോർമർ റോഡിൽ നിന്ന് മാറ്റി. സീപോർട്ട് എയർപോർട്ട് റോഡിലായിരുന്നു അപകടമുണ്ടായത്. റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിലാണ് വൻ അപകടം ഒഴിവായത്. കോഴിക്കോട് വീണ്ടും വൻ ലഹരിവേട്ട. 2 പേർ പിടിയിൽ. പ്രതികളിൽ നിന്ന് 155 ഗ്രാം MDMA കണ്ടെടുത്തു. വയനാട് പുൽപ്പള്ളിയിൽ സ്കൂൾ വരാന്തയിൽ കാട്ടാനക്കുട്ടി. ചേകാടി ഗവൺമെന്റ് LP സ്കൂൾ വരാന്തയിലാണ് കാട്ടാനക്കുട്ടി എത്തിയത്. ന്യൂസിലേക്ക് തിരികെ പ്രധാന അറിയിപ്പുകൾ. കൊല്ലം മഞ്ഞപ്പാറ BEd കോളേജിൽ സീറ്റ് ഒഴിവ്. ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ്, സോഷ്യോളജി കോഴ്സുകളിലേക്കാണ്. കോട്ടയം ജില്ലയിൽ കൂൺ കൃഷി പരിശീലനം നടക്കുക ഈ മാസം 20-ന്. കോട്ടയം കുമരകം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണക്കധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 21-നാണ്. എറണാകുളം ഏലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 20-ന്. കോഴിക്കോട് പട്ടികജാതി വികസന ഓഫീസുകളിൽ പ്രൊമോട്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 22-ആണ്. കൊല്ലം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ GNM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി മറ്റന്നാൾ. ദേശീയവാർത്തകൾ. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കർണാടക ധർമ്മസ്ഥലയിൽ നടത്തിവരുന്ന പരിശോധന താൽക്കാലികമായി നിർത്തി. മണ്ണുമാറ്റിയുള്ള പരിശോധന ഫോറൻസിക് റിപ്പോർട്ട് വരുന്നവരെ നിർത്തിവെക്കുകയാണെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര വിധാൻസഭയിൽ. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 1 ജവാൻ വീരമൃത്യു. ജില്ലാ റിസർവ് ഗാർഡ് ജവാൻ ദിനേശ് നാഗാണ് വീരമൃത്യു വരിച്ചത്. ആക്രമണത്തിൽ 3 ജവാന്മാർക്ക് പരിക്കേറ്റു. കുഴിബോംബ് പൊട്ടിത്തെറിച്ചാണ് ജീവൻ നഷ്ടമായത്. ജമ്മുകശ്മീരിലെ ദുരന്ത സ്ഥലത്ത് സൈന്യം ബെയിലി പാലം നിർമ്മിച്ചു. കിഷ്ത്വറിൽ 65 പേരാണ് ഇതുവരെ മരിച്ചത്. 200-ലധികം പേരെ കാണാതായി. മധ്യപ്രദേശിൽ ജബൽപൂരിനടുത്ത് ഇസാഫ് ബാങ്കിൽ നിന്ന് തോക്ക് ചൂണ്ടി 15 കിലോ സ്വർണം കൊള്ളയടിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. ഇവരിൽ നിന്ന് 2 ലക്ഷം രൂപ കണ്ടെടുത്തു. സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്രയിൽ കനത്ത മഴ. റായ്ഗഡ്, രത്നഗിരി, കോലാപൂർ, സത്താര എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട്. ശക്തമായ മഴയെ തുടർന്ന് മുംബൈയിൽ ഗതാഗതക്കുരുക്ക്. ഹൈദരാബാദിൽ രഥഘോഷയാത്രയ്ക്കിടെ ഷോക്കേറ്റ് 5 പേർ മരിച്ചു. സംഭവം രാമന്തപൂരിലെ ഗോകുല നഗറിൽ. ഡൽഹിയിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും വീണ്ടും ബോംബ് ഭീഷണി സന്ദേശം വന്നത് ഇമെയിൽ വഴി. ബംഗാളിൽ സ്കൂൾ പരിസരത്ത് ബോംബ് സ്ഫോടനം. ഒരാൾ മരിച്ചു. പർഗാനാസ് ജില്ലയിലെ മാന്ദ്യഗ്രാം ഹൈസ്കൂളിന് മുന്നിലാണ് സ്ഫോടനമുണ്ടായത്. ബഹിരാകാശ ദൌത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ശുഭാംശു ശുക്ലയെ അഭിനന്ദിക്കാനുള്ള ചർച്ചയ്ക്കിടെ പാർലമെന്റിൽ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിപക്ഷത്തിന്റെ നടപടി അങ്ങേയറ്റം ദൌർഭാഗ്യകരം. ബഹിരാകാശ പദ്ധതികൾ പോലുള്ള വിഷയങ്ങൾ പക്ഷപാത രാഷ്ട്രീയത്തിന് മുകളിലായിരിക്കണമെന്നും രാജ്നാഥ് സിംഗ്. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ വീണ്ടും പട്ടിണി മരണം. 24 മണിക്കൂറിനിടെ 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചതായി ഗസ ആരോഗ്യ മന്ത്രാലയം. നൈജീരിയയിലെ സൊഗോട്ടോയിൽ ബോട്ട് അപകടം. അപകടത്തിൽ 40-ലധികം പേരെ കാണാതായി. 10 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ. ഖാർക്കിവിലെ അപ്പാർട്ട്മെന്റിൽ ഡ്രോൺ ആക്രമണം നടത്തി റഷ്യ. 5 പേർ കൊല്ലപ്പെട്ടു.
സ്പെയിനിൽ കാട്ടുതീ വർദ്ധിക്കുന്നു. കാട്ടുതീ നിയന്ത്രിക്കാൻ 500 സൈനികരെ കൂടി വിന്യസിച്ച് സ്പെയിൻ. വടക്കൻ യൂട്ട നഗരത്തിൽ വെടിവെപ്പ്. 2 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. പ്രതി കസ്റ്റഡിയിൽ. നോക്കാം ബിസിനസ് വാർത്തകൾ. GSTയിലെ പുതിയ മാറ്റങ്ങൾ വാഹന വിപണിക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തൽ. ചെറുകാറുകൾക്കും 350 cc താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കുമുള്ള GST 18% കുറയുമെന്ന് റിപ്പോർട്ടുകൾ. അംബാനിയും അദാനിയും അടക്കമുള്ളവർ ചൈനീസ് കമ്പനികളിൽ നിന്ന് സാങ്കേതികവിദ്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% ഇറക്കുമതി തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് നീക്കം. പ്ലാറ്റ്ഫോം ഫീ വീണ്ടും ഉയർത്തി സ്വിഗ്ഗി. 2 രൂപയിൽ നിന്ന് 14 രൂപയാണ് ഉയർത്തിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 4 തവണയാണ് സ്വിഗ്ഗി പ്ലാറ്റ്ഫോം ഫീ വർദ്ധിപ്പിക്കുന്നത്. ഓസ്ട്രേലിയൻ കമ്പനിയായ വേഴ്സൺ ഗ്രൂപ്പിന്റെ ഓഹരികൾ സ്വന്തമാക്കാൻ ഒരുങ്ങി ഇൻഫോസിസ്. കമ്പനിയുടെ 75% ഓഹരികളാണ് ഇൻഫോസിസ് സ്വന്തമാക്കുക. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഉയർന്നു. 23 പൈസയാണ് ഉയർന്നത്. ഓസ്ട്രേലിയൻ സൈബർ സുരക്ഷാ സ്ഥാപനമായ സൈബർ CXനെ ആക്സെഞ്ചർ ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ. $680 മില്യൺ ഏറ്റെടുക്കൽ. കായിക വാർത്തകൾ. IPL അരങ്ങേറ്റം സ്വപ്നതുല്യമായിരുന്നുവെന്ന് മലയാളി താരം വിഘ്നേഷ് പുത്തൂർ. ധോണിയും രോഹിതും ഉൾപ്പെടെയുള്ളവർക്കൊപ്പം കളിക്കാനായത് വലിയ അനുഭവമെന്നും വിഘ്നേഷ് 24നോട്. ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ നിന്ന് ഇഷാൻ കിഷൻ പുറത്ത്. പരിക്ക് തിരിച്ചടിയായി. ഇതോടെ ഈസ്റ്റ് സോണിനെ അഭിമന്യു ഈശ്വരൻ നയിക്കും. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭരണഘടനാ കേസിൽ തീരുമാനമെടുത്തു കഴിഞ്ഞെന്ന് സുപ്രീംകോടതി. പുതിയ കായിക ഭരണ ബില്ല് കൂടി പരിശോധിച്ച് വെള്ളിയാഴ്ച തീരുമാനമെടുക്കുമെന്നും കോടതി. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ ചാമ്പ്യനെ എന്നറിയാം. കലാശപ്പുറയിൽ യാനിക് സിന്നർ കാർലോസ് അൽക്കരാസിനെ നേരിടും. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനൽ ചിത്രം തെളിഞ്ഞു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇഗ സ്യാംതക് ജാസ്മിൻ പവോലിനിയെ നേരിടും. ന്യൂസിലേക്ക് തിരികെ സാംസ്കാരിക സിനിമാ വാർത്തകൾ. രംഗണ്ണനായി വീണ്ടും ചുവടുവെച്ച് ഫഫ. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. മലയാളത്തിലെ യുവ സംഗീത സംവിധായകനായ സുഷിൻ ശ്യാമിന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കുകയാണ് AR റഹ്മാൻ. സുഷിൻ തന്നെയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വിവരം അറിയിച്ചത്. ജയറാമും മകൻ കാളിദാസും ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രം ആശകൾ 1000 ചിത്രീകരണം തുടങ്ങി. 22 വർഷത്തിന് ശേഷം ജയറാമും കാളിദാസും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത്. നവംബറിന് ശേഷം ജമ്മുകശ്മീരിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ജമ്മുകശ്മീരിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോ സംസ്ഥാന സർക്കാരോ ഇതുവരെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. പഞ്ചാബിൽ വാഹനാപകടം. 3 പേർ കൊല്ലപ്പെട്ടു. കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിൽ സിന്തറ്റിക് മയക്കുമരുന്ന് വേട്ട. 250 ഗ്രാം മയക്കുമരുന്ന് പിടികൂടി. ഗുജറാത്തിലെ ഫാക്ടറിയിൽ തീപിടുത്തം. തുണിമിൽ ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. ബീഹാറിൽ പെൺകുട്ടിക്ക് ക്രൂരപീഡനം. 2 പേർ അറസ്റ്റിൽ. ഹിമാചൽ പ്രദേശിൽ ഭൂചലനം. ടങ്കരയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 3.9 തീവ്രത രേഖപ്പെടുത്തി. കാസർഗോഡ് പ്രധാന അധ്യാപകന്റെ മർദ്ദനമേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപടം തകർന്ന സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കും. ബാലാവകാശ കമ്മീഷൻ അംഗം B മോഹൻകുമാർ വിദ്യാർത്ഥിയുടെ വീടും സ്കൂളും സന്ദർശിക്കും. ദേശീയപാതയിൽ ആലുവ മാർക്കറ്റ് ഫ്ളൈ ഓവറിൽ ലോറിയുടെ ടയർ തെറിച്ചു വീണ് ഒരു ഓട്ടോ ഡ്രൈവർക്ക് പരുക്ക്. കോഴിക്കോട് ചാത്തമംഗലം NITയിൽ നിന്ന് മലിനജലം ജനവാസ മേഖലയിലേക്ക് തുറന്നുവിട്ടെന്ന് പരാതി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ NIT ഹോസ്റ്റൽ കവാടത്തിന് മുന്നിൽ പ്രതിഷേധം. രൂക്ഷഗന്ധം പടർന്നതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. ഇവിടെ 100 ന്യൂസ് പൂർത്തിയാകുന്നു.